അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഖബറുമായിട്ട് ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും നിരോധനങ്ങളും എല്ലാം സഹാബത്തിനോടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ സമസ്ത വിഭാഗം പറയുന്നത് ഈ ഖബർ കെട്ടിപ്പൊക്കരുത്, കുമ്മായിടരുതെന്നൊക്കെ പറയുന്നത് അത് സാധാരണക്കാരുടെ ഖബറുകളല്ല, മഹാന്മാരുടെ സാധാരണക്കാരുടെ ഖബറുകളാണ്. മഹാന്മാരുടെ ഖബറുകൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹാബത്തിനോടാണ്. എന്നാൽ സഹാബത്തിനേക്കാൾ വലിയൊരു ഔലിയായോ മഹാനോ ഇല്ല എന്നുള്ള കാര്യവും നമുക്കെല്ലാം അറിയാവുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഇതുവരെ ആരും സംവദിച്ച് കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ്? അത് രണ്ട് വശമാണ്. ഒന്ന്, സാധാരണക്കാരുടെ ഖബർ എവിടെയും കെട്ടിപ്പൊക്കലില്ല, കുമ്മായം ഇടലുമില്ല, അതെവിടെ ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒന്നും എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം, ചുരുങ്ങിയ പക്ഷം മാനസിക രോഗികളും വേണം. അല്ല സാധാരണ നോർമലായ ഒരാൾക്ക് സാധാരണ നാട്ടിൽ ഉണ്ടാക്കുന്നില്ല, എന്തെങ്കിലും വ്യത്യാസമുള്ളാൾക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പം തന്നെ അത് പൊളിഞ്ഞു. മറ്റൊന്ന്, നബിതങ്ങൾ പറഞ്ഞുകൊടുത്ത് സ്വാലിഹീങ്ങൾ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ. മുൻകാല സമുദായങ്ങൾ ജൂത ക്രൈസ്തവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്ന കാരണം അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. മറ്റൊരു റിപ്പോർട്ട് നബിതങ്ങൾ പറഞ്ഞു, അവർ ഇദാ മാത ഫീഹിം റജുലു സ്വാലിഹു അവൽ അബ്ദു സ്വാലിഹു ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. അവരുടെ പതിവ് സ്വാലിഹായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറിന് മീതെ അവർ ഒരു എടുപ്പുണ്ടാക്കുന്നു. സുമ്മ സവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് അവരതിൽ ആ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. അവരാണ് ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും ശർറായവർ അവരാകുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സമാനമായ ഹദീസ് അവിടെയൊക്കെ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞു പഠിപ്പിച്ചത്, അല്ലാതെ സാധാരണക്കാരെ കുറിച്ചല്ല. സാധാരണക്കാരെ ഖബർ എവിടെയും കെട്ടുയർത്താറുമില്ല. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ച ചില ദുർന്യായങ്ങൾ മാത്രമാണ്. പിൽക്കാലത്തൊക്കെ വന്ന ആളുകൾ പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചുണ്ടാക്കി ഫിഖ്ഹിലെ പിൽക്കാല ഗ്രന്ഥങ്ങളിലൊക്കെ ചില ചർച്ചകളൊക്കെ ഉണ്ട്. അതായത് മഹാന്മാരുടെ ഖബർ അവിടെ എടുപ്പുണ്ടാക്കാൻ വേണ്ടി വസീയത്ത് ചെയ്താൽ ആ വസീയത്ത് നടപ്പാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പിൽക്കാല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഹജർ ഹൈതമിയെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ ചില ചർച്ചകൾ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഇത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില മൂലന്മാരൊക്കെ അങ്ങനെ പറഞ്ഞൊപ്പിച്ച് കൊണ്ടുവരുന്നത്. അല്ലാതെ എവിടെയും സ്വാലിഹീങ്ങളെ ഖബർ കെട്ടിയുയർത്താമെന്ന് വ്യക്തമായിട്ട് ഫുഖഹാക്കൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം ചില പണ്ഡിതന്മാർ കിതാബിലൊക്കെ കറാഹത്ത് എന്ന പ്രയോഗം കാണാൻ പറ്റും. ഹറാം എന്ന് പറയാതെ കറാഹത്ത് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ കറാഹത്ത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന ന്യായങ്ങളൊക്കെ പിന്നീട് വന്നവർ അതിൽ നിന്നൊക്കെ തോണ്ടി തെരഞ്ഞുണ്ടാക്കി കൊണ്ടുവന്ന ചില ദുർന്യായങ്ങൾ മാത്രമാണ്. അല്ലാതെ നബിയോ സഹാബത്തോ താബീങ്ങളോ ആദ്യകാലക്കാരോ ആരും അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും ഒരു ഖബർ കെട്ടിപ്പൊക്കാൻ ഒരു ന്യായവും പറഞ്ഞ് എവിടെ ഇല്ല. ഫിഖ്ഹിലെ കിതാബിലൊന്നും അങ്ങനെ കെട്ടിയുയർത്താൻ പറ്റും എന്ന ന്യായം എവിടെയും ആരും കൊടുത്തിട്ടുമില്ല. വളരെ പിൽക്കാലൊക്കെ ഈ കഴിഞ്ഞ 200-300 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് ജീവിച്ചു പോയ മദ്ഹബി പക്ഷപാതികളായ ചില ആളുകൾ മാത്രമാണ് അങ്ങനെ ചില ന്യായങ്ങൾ ഉണ്ടാക്കി ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതും ഒരു പൊതുവായി എടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി നേരത്തെ പറഞ്ഞ 50 ഹദീസുകൾ ഈ വിഷയത്തിൽ മാത്രമായി വിലക്കി കൊണ്ടുവന്നത് കാണാൻ കഴിയും. അതാണ് അടിസ്ഥാനം. വല്ലാഹു അഅലം.